ഈ രാഷ്ട്രീയപരമായിട്ട് എന്ത് കാഴ്ചപ്പാടാണ് നമുക്കറിയേണ്ടത്? അത് ഏതെങ്കിലും കക്ഷികളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? BJP-നെ സപ്പോർട്ട് ചെയ്യുക, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ലക്ഷ്യമാണോ സഭയ്ക്കുള്ളത്? സ്നേഹമുള്ളവര്, കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി കത്തോലിക്ക സമുദായം എപ്രകാരം സഭയെ വളർത്തി, കത്തോലിക്ക സമുദായം എങ്ങനെ രാഷ്ട്രത്തിന് സംഭാവന ചെയ്തു, കത്തോലിക്ക സമുദായം എങ്ങനെ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയായിട്ട് രൂപം കൊണ്ടു, കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ അടിസ്ഥാന രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നത് ചില പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചു. ഈ എപ്പിസോഡിൽ കൃത്യമായിട്ട് എന്താണ് കത്തോലിക്ക കോൺഗ്രസിന്റെ സമുദായ നേതാക്കൾ, അതായത് വൈദികരും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില പ്രതിനിധികളും അടങ്ങുന്ന ജനറൽ ബോഡി എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ ഇടപെടലിനെ കാണണം എന്നതിൻ്റെ ഒരു ചർച്ചയിലാണ്. അത് പൂർണ്ണമായിട്ടുള്ള ഒരു തിസീസ് അല്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തി വരുന്നു. എന്താണ് ഫൈനൽ കാഴ്ചപ്പാട് എന്നുള്ളത് ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട വർക്കിംഗ് കമ്മിറ്റിയുടെ തലവൻ എന്നുള്ള നിലയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജീവ് കൊച്ചിപ്പറമ്പിൽ അത് ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഇത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഔദ്യോഗിക അഭിപ്രായമല്ല, ആ അഭിപ്രായത്തിലേക്ക് നയിക്കുന്ന ചില ചിന്തകൾ മാത്രമാണ്. ഇത് പല വേദികളിൽ ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് വീണ്ടും സമുദായ അംഗങ്ങളുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ കത്തോലിക്കരുടെയും പൊതുസമൂഹത്തിൻ്റെയും അഭിപ്രായ പ്രകടനങ്ങൾക്ക് കാതോർത്തിട്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയുടെ പൊതു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ലോങ് ടേം രാഷ്ട്രീയ ലക്ഷ്യം. കത്തോലിക്ക കോൺഗ്രസിന് ഒരു ദീർഘകാല ലക്ഷ്യമുണ്ട് രാഷ്ട്രീയത്തിൽ, ഒരു മിഡ് ടേം ലക്ഷ്യമുണ്ട്, ഒരു ഷോർട്ട് ടേം, ടെമ്പററി, ഇന്നത്തെ കോണ്ടംപററി സമൂഹത്തിലെ ലക്ഷ്യമുണ്ട്. ഇങ്ങനെ 3 രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതാദ്യം തന്നെ പറഞ്ഞ ഒരു ലോങ് ടേം ലക്ഷ്യമുണ്ട്. പ്രവർത്തിക്കാൻ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ആവേശം ഉണ്ടാവുള്ളൂ. ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഇല്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ലക്ഷ്യത്തെക്കുറിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ലോങ് ടേം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ലക്ഷ്യമാണ്. കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഈ 150 കൊല്ലമായിട്ടാണ് ഇത് കൃത്യമായിട്ട് നിർവഹിച്ചു വരുന്നത്. ആ നിർവചനത്തില് ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം ഇതാണ്: ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതാണ് കത്തോലിക്ക സഭയുടെ ലക്ഷ്യം. ആ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് യേശു പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന് പറഞ്ഞാൽ സ്വർഗം എങ്ങനെയാണോ അതുപോലെ ഭൂമിയെ, ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് കത്തോലിക്ക സഭയുടെ ഇപ്പോൾ നിർവചിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം. അത് കൃത്യമായി നിർവചിക്കുന്നത് ചെന്തേസിമൂസ് അന്നൂസ് എന്ന് പറയുന്ന ഒരു രേഖയില് അതിന്റെ 20 മുതൽ 25 വരെയുള്ള ഖണ്ഡികകളിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ദൈവരാജ്യം ഈ ലോകത്തിലാണ്, എന്നാൽ ദൈവരാജ്യം ഈ ലോകത്തിൻ്റെതല്ല. 2 വാചകങ്ങളാണ്. അപ്പൊ കത്തോലിക്ക സഭയുടെ ലോങ് ടേം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതാണ്. അപ്പൊ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാർപ്പാപ്പ, കർദിനാള്, ബിഷപ്പ്മാര്, അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, ക്രിസ്ത്യാനികള് ഭരിക്കുന്ന ഒരു രാജ്യം ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ദൈവത്തെക്കുറിച്ചുള്ള ഒരു നിർവചനമുണ്ട് കത്തോലിക്ക സഭയ്ക്ക്. ആ നിർവചനത്തിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ സൃഷ്ടി, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല.
അത് യോജിക്കേണ്ടവർക്ക് യോജിക്കാം, വിയോജിക്കേണ്ടവർക്ക് വിയോജിക്കാം. പക്ഷേ കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുന്ന ആശയം നമുക്ക് ആദ്യം കേൾക്കാം. ദൈവത്തെ കുറിച്ച് കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുന്ന, അത് പല ഓർത്തഡോക്സ് സഭകളും ഈ ആശയം പങ്കുവയ്ക്കുന്നുണ്ട്, അതുപോലെ ആംഗ്ലിക്കൻ ചർച്ച് ഒക്കെ പങ്കുവയ്ക്കുന്നതാണ്. അതായത് ദൈവം ത്രിത്വമാണ്, 3 വ്യക്തികളുടെ ഏകമായ ഒരു സമൂഹമാണ് ത്രിത്വം. ആ 3 പേർക്കും വ്യക്തിത്വമുണ്ട്, ഇൻഡിവിജ്വൽസ് ആണ്, എന്നാൽ അവർ ഏക യാഥാർത്ഥ്യമാണ്. ഇതാണ് ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം. അപ്പോൾ സമൂഹത്തെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? കുടുംബമായാലും ലോക്കൽ സമൂഹമായാലും രാഷ്ട്രമായാലും ലോകമായാലും ഞങ്ങൾക്ക് ആകെ ഒറ്റ കാഴ്ചപ്പാടുള്ളൂ. കുടുംബത്തിൽ സ്വതന്ത്ര വ്യക്തികൾ ഏക ശരീരമായിട്ട് ജീവിക്കണം. അപ്പോൾ എന്നാൽ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് മറ്റു രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യവും വിമോചനവും എന്ന പേരിൽ കാർഡിനൽ റാറ്റ്സിംഗ് അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് സഭ കോൺഗ്രിഗേഷൻ ഫോർ ഫെയ്ത്ത് ആൻഡ് ഡോക്ട്രിൻസ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ക്രിസ്തീയ സ്വാതന്ത്ര്യവും വിമോചനവും. അതിൽ കൃത്യമായിട്ട് സോഷ്യലിസത്തെയും ക്യാപിറ്റലിസത്തെയും വിമർശന വിധേയമാക്കുന്നുണ്ട്. ക്യാപിറ്റലിസത്തിന്റെ ധാരണ അനുസരിച്ചിട്ട് വ്യക്തികൾ കോൺട്രാക്ട് അനുസരിച്ച് കൂടിച്ചേരുന്ന ഒരു സമൂഹം മാത്രമാണ്, ഒരു കൂട്ടം മാത്രമാണ് സമൂഹം. അവിടെ വ്യക്തികളുടെ ബെനവളൻസ് ആവശ്യമില്ല, സ്നേഹം ആവശ്യമില്ല. എന്നാൽ അതേസമയം തന്നെ അപ്പോൾ സാമൂഹിക ഐക്യം എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് പ്യുവർ ക്യാപിറ്റലിസത്തിന്റെ ഐഡിയ. എന്നാൽ സോഷ്യലിസ്റ്റ് ഐഡിയ അന്ന് മാർക്സിയൻ സോഷ്യലിസം മുന്നോട്ട് വെച്ചത് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്, അവനെ വ്യക്തിത്വം അനുവദിക്കാൻ പറ്റില്ല. കാരണം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെ ഇല്ലാതാക്കേണ്ടി വരും. അപ്പൊ ഒരു കൂട്ടര് സാമൂഹികതയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോ, അല്ലെങ്കിൽ സാമൂഹിക മാത്രവാദം, അങ്ങനെയാണ് ആ ഡോക്യുമെന്റ് പറയുന്നത്. മറ്റൊരു കൂട്ടര് വ്യക്തി മാത്രവാദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വ്യക്തി മാത്രമുള്ളൂ, സമൂഹം എന്ന് പറയുന്ന യാഥാർത്ഥ്യമില്ല. അപ്പൊ ഇത് രണ്ടിനെയും എതിർക്കുന്നതിന്റെ കാരണം ഒരിക്കൽ പൗവത്തിൽ പിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, കാത്തലിക് ചർച്ചിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യാപിറ്റലിസത്തെയും ഞങ്ങൾ സോഷ്യലിസത്തെയും എതിർക്കുന്നു എന്നല്ല. നമുക്കൊരു പോസിറ്റീവ് കാഴ്ചപ്പാടുണ്ട്. എന്താണ് ആ കാഴ്ചപ്പാട്? അത് ട്രിനിറ്റേറിയൻ കാഴ്ചപ്പാടാണ് സൊസൈറ്റിയെ കുറിച്ചുള്ളത്. 2 കാര്യം ഒരുമിച്ച് നിലനിൽക്കണം. വ്യക്തിയുടെ സ്വാതന്ത്ര്യവും നിലനിൽക്കണം, സമൂഹത്തിന്റെ ഐക്യവും നിലനിൽക്കണം. മാത്രമല്ല വ്യക്തികൾക്ക് തങ്ങളുടെ പൊട്ടൻസി, അവന്റെ കഴിവുകൾ, ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ, ടാലന്റുകൾ പരിപൂർണതയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. 4ാമതായി അങ്ങനെ എത്തിക്കുമ്പോൾ അത് പൊതു നന്മ, കോമൺ ഗുഡ് ഏറ്റവും മാക്സിമം ആവണം. പരമാവധി മനുഷ്യരുടെ സന്തോഷം ഏറ്റവും കൂടുതലാക്കണം. അപ്പൊ ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 1, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്ന് വെച്ചാൽ ട്രിനിറ്റിയിൽ 3 സ്വതന്ത്ര വ്യക്തികളാണ്. 2, അവരുടെ പൊട്ടൻസി അനുസരിച്ചിട്ട് അവരുടെ കഴിവുകൾ പരമാവധി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം, ഫ്രീഡം ഉണ്ടാവണം. അപ്പൊ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം, അവന്റെ കഴിവുകൾ പരിപൂർണതയിൽ മറ്റാരും ഇടപെടാതെ അതിനെ വളർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. 3, ഇതൊക്കെ ചെയ്യുമ്പോഴും സമൂഹത്തിന്റെ ഐക്യത്തിന് വിഘാതമായി വരാൻ പാടില്ല. 4, ഈ ചെയ്യുന്ന ഈ 3 കാര്യങ്ങൾ കൊണ്ടും പൊതു നന്മ, എല്ലാവരുടെയും സന്തോഷം പരമാവധിയാക്കണം. ഈ 4 പാരാമീറ്റേഴ്സ് ആണ് കാത്തലിക് ചർച്ച് ഈ ദൈവരാജ്യത്തില് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക, ഈ 4 ലക്ഷ്യം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നതാണ് കാത്തലിക് ചർച്ചിന്റെ രാഷ്ട്രീയ ലക്ഷ്യമായി പഠനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്തു വരുന്നത്. ഇതിന്റെ ഒരു ഫൈനൽ രൂപം ഇതിലെ വിമർശന വിധേയമാക്കാം. അപ്പൊ ഈ 4 കാര്യം എങ്ങനെ നടപ്പിലാക്കും, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ 4 കാര്യം നടപ്പിലാക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ ഐക്യവും അവന്റെ കഴിവുകൾ പരമാവധി ആക്കാനായിട്ടുള്ള പരിശ്രമവും നടത്തുന്നത്
നീതിപൂർവകമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയിലാണ്. അപ്പൊ അടുത്ത ചോദ്യം വരെ, എന്താണ് നീതി? ഇത് കത്തോലിക്കന് മാത്രം ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമല്ല. ലോകത്തിന്റെ ചരിത്രത്തില് ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തില് പരിശോധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാം, ഗ്രീസില് സോക്രട്ടീസ് ആണ് പ്ലാറ്റോവും തമ്മിലുള്ള ഡയലോഗിലാണ് നീതി വ്യവസ്ഥ, ആ നീതി വ്യവസ്ഥയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വരുന്നത്. അപ്പൊ നീതി നിലനിർത്തുക വേണ്ടിയിട്ടാണ് നിയമം നിർമ്മിക്കുന്നത്. അത് പഴയ നിയമത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് റൈറ്റസ്നെസ് എന്നാണ്. റൈറ്റസ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, റൈറ്റ് എന്ന പദത്തിന്റെ അർത്ഥം അറിയണം, അത് ലോ എന്നാണ്. ലോ പാലിക്കുന്നവനെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലോ മുകളിലും നീതി അടിയിലുമാണ്. എന്നാൽ ഗ്രീക്ക് പാരമ്പര്യം അനുസരിച്ചിട്ട് നീതി നടപ്പിലാക്കാനാണ് ലോ വേണ്ടത്. നീതി മുകളിലും ലോ അടിയിലുമാണ്. ക്രിസ്തുമതം നീതിയുടെ മുകളിൽ സ്നേഹത്തെ കൊണ്ടുവച്ചു. അതാണ് ക്രിസ്തുമതത്തിന്റെ തനിമ. കാരണം സ്നേഹമില്ലാതെ നീതി നടപ്പിലാവില്ല. സ്നേഹമില്ലാതെ നീതി നടപ്പിലാക്കാനുള്ള നിയമവും പാലിക്കില്ല. അപ്പോ എങ്ങനെയാണ് നീതി നടപ്പിലാക്കുക? അതിനുള്ള വഴിയാണ് നിയമനിർമ്മാണം. ഈ നിയമനിർമ്മാണത്തിലൂടെയാണ് വ്യക്തിയുടെ ഐക്യവും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ ഐക്യവും അവന്റെ കഴിവുകൾ പരമാവധിയാക്കാനുള്ള സാധ്യതകളും പരമാവധി സോഷ്യൽ ഗുഡ്, സാമൂഹിക നന്മ വളർത്താനുള്ള സാധ്യതയും സൃഷ്ടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, അത് ലോകം അവതരിപ്പിച്ച സോഷ്യലിസ്റ്റ് മാർഗത്തിൽ നിന്നും ക്യാപിറ്റലിസ്റ്റ് മാർഗത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്നത് കമ്പോളമാണ് ഇത് നിർണ്ണയിക്കാന്നാണ്. സോഷ്യലിസ്റ്റുകൾ പറയുന്നത് എല്ലാ സമ്പത്തും കൂട്ടിച്ചേർത്തിട്ടാണ് സാമൂഹിക ഐക്യവും പുരോഗതിയൊക്കെ ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ടാണ് കാറൽ മാർക്സ് എഴുതി വെച്ചത്, കമ്മ്യൂണിസം ഇൻ വൺ വേർഡ് മീൻസ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ വ്യക്തിയെ വളർച്ച ഉണ്ടാവുന്നതാണ് അവർ പറയുന്നത്. മറ്റേ ക്യാപിറ്റലിസ്റ്റുകളുടെ വ്യത്യസ്തമായിട്ടാണ് സഭ ചിന്തിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്നത് സ്വകാര്യ കമ്പോളത്തിന് സമൂഹത്തിലെ റിസോഴ്സിനെ പരമാവധി നന്മയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ക്യാപിറ്റലിസം വാദിക്കുന്നത്. നമ്മൾ പറയുന്നത് നിയമനിർമ്മാണത്തിലൂടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ ഐക്യവും മനുഷ്യന്റെ കഴിവിനെ പരമാവധിയാക്കലും സാമൂഹിക നന്മ, പൊതു നന്മ, കോമൺ ഗുഡ് എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. കോമൺ ഗുഡ് എത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണമാണ് സാമൂഹിക നീതി നടപ്പിലാക്കാനും സ്വാതന്ത്ര്യം നിലനിർത്താനും അവന്റെ കഴിവുകൾ വികസിപ്പിക്കാനും നിയമനിർമ്മാണം എന്ന പ്രക്രിയയിലൂടെയാണ് നടക്കുക എന്നാണ് കത്തോലിക്ക സഭയുടെ ചരിത്രവും ഇപ്പോഴത്തെ കാഴ്ചപ്പാടുകളും ലോകത്തിന്റെ ഗതി പഠനങ്ങളും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ നിയമം മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള നീതിയെ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, സാമൂഹിക നീതിയെ പരിശോധിക്കുക. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. വെറും ജനാധിപത്യം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എല്ലാവരും കൂടി ഭൂരിപക്ഷത്തിന്റെ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷത്തിന്റെ തീരുമാനം നടപ്പിലാക്കിയാൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നശിച്ചു പോകും. അപ്പൊ നിയമനിർമ്മാണത്തില് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ആധുനിക പഠനങ്ങൾ അനുസരിച്ച് കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ ചിന്തയില് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം. അപ്പൊ ഇതാണ് ലോങ് ടേം ലക്ഷ്യമായിട്ട് നമുക്ക് വരേണ്ടത്. ആ ലോങ് ടേം ലക്ഷ്യം നടപ്പിലാക്കണമെങ്കിൽ, ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അതിന് പല ഘടകങ്ങളുണ്ട്. അത് പ്ലാറ്റോ റിപ്പബ്ലിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഉള്ളില് ആ നിയമം അനുസരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ നിയമം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. അതാണ് പ്രസിദ്ധ രാഷ്ട്രീയ ചിന്തകനായ ഹെഗലും പറയുന്ന. പിന്നീട് വന്നിട്ടുള്ള എല്ലാ ചിന്തകന്മാരും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങള് തീരുമാനപ്രകാരമല്ല ഒരു നിയമെങ്കിൽ ആ നിയമം നടപ്പിലാവില്ല. അത് മാത്രമല്ല, ഇവിടെ മുൻകാലങ്ങളിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ള നിയമങ്ങൾ
ചിലപ്പോ മനുഷ്യന്റെ നീതി നിഷേധിക്കുന്നതാകാം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഈ പൊതു ലക്ഷ്യത്തിന്റെ ഉള്ളില് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനീതിക്ക് എതിരാണോ എന്ന് പരിശോധിക്കുകയും ആ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അതിനെ മാറ്റാനുള്ള പഠനവും പ്രചരണവും നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള ചില നിയമങ്ങൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് എതിരായി വരും. അതുണ്ടോ എന്ന് കാലഘട്ടത്തിലൂടെയാണ് പരിശോധിക്കുക. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് പരിശോധിക്കാൻ പറ്റുള്ളൂ. ചില നിയമങ്ങൾ തെറ്റായിട്ട് മാറും. ഇപ്പൊ ചില നിയമങ്ങൾ തെറ്റായിട്ട് മാറും എന്നുള്ളതിന്റെ റീസെന്റ് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ വഖഫ് നിയമം അനുസരിച്ചിട്ട് ഒരു പ്രോപ്പർട്ടി വഖഫിൻ്റെതാണെന്ന് തീരുമാനിക്കാൻ ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഭരണ സംവിധാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസിക്ക് നിയമനിർമ്മാണത്തിലൂടെ അധികാരം കൊടുത്തു. അത് പരിശോധിക്കാനായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അന്ന് കഴിഞ്ഞില്ലേ. അന്നൊന്നും ആരും ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലേ. അങ്ങനെ ഒരു സ്വകാര്യ സംഘടനയ്ക്ക് ഒരു ജുഡീഷ്യൽ അധികാരത്തോടു കൂടി ഒരു നിയമം നിർമ്മിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ കത്തോലിക്ക കോൺഗ്രസ് ഓരോ ക്രിസ്ത്യാനിയോടും അല്ലെങ്കിൽ ഓരോ പൗരനോടും ആവശ്യപ്പെടുന്നത് നിയമം നിർമ്മിക്കുമ്പോഴും നിയമം അമെൻഡ് ചെയ്യുമ്പോഴും അത് രാഷ്ട്രീയക്കാർ നോക്കിക്കൊള്ളും, അത് എം പിമാര് നോക്കിക്കൊള്ളും എന്ന മൂഢധാരണയില് ഇരിക്കുന്നത് തെറ്റാണ്. ഓരോ പൗരനും ഓരോ നിയമവും സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കടമയുണ്ട്. അതുകൊണ്ട് ഇപ്പോ ആ വഖഫ് നിയമത്തിന്റെ കേരളത്തിലെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാല് മുനമ്പം ചെറായി പ്രദേശത്തുള്ള 600ഓളം കുടുംബങ്ങള് ഒഴിപ്പിക്കപ്പെടുന്നു, കുടിയൊഴിപ്പിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുകയും വർഷങ്ങളായിട്ട് നികുതി അടയ്ക്കുകയും എല്ലാ ക്രയവിക്രയ അധികാരങ്ങളോടുകൂടി സർക്കാർ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂമിയിൽ നിന്ന് ഈ നിയമം മൂലം കുടിയിറക്കപ്പെടുന്നു. അപ്പൊ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ആ 600 കുടുംബങ്ങളുടെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് തിരിച്ചു കൊടുക്കുക എന്നതല്ല അതിന്റെ പരിഹാരം. അത് മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങളെയും ഭാവിയിൽ ബാധിക്കാവുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു അടിവേരാണ്. അതുകൊണ്ട് നിയമം പരിഷ്കരിക്കുക എന്നതല്ലാതെ അതിന് വേറെ യാതൊരു മാർഗവുമില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് തന്നെ ആവശ്യമാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. വേറെ കാര്യങ്ങളിൽ നിയമം നടപ്പിലാക്കിയിട്ട് ചിലപ്പോൾ നയം തെറ്റാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫ്രീ ട്രേഡ് പോളിസിയിൽ നമ്മൾ ഒപ്പുവെച്ചു. അപ്പൊ സ്വതന്ത്രമായി കയറ്റുമതി ചെയ്യാം, സ്വതന്ത്രമായിട്ട് ഇറക്കുമതി ചെയ്യാം. ഇതാണ് നിയമം. ഇനി ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നയമുണ്ട്. എന്താണ് നയം? റബ്ബർ ഇറക്കുമതി ചെയ്യാം, റബ്ബർ കയറ്റുമതി ചെയ്യാൻ പാടില്ല. അപ്പൊ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നു, റബ്ബർ കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്നൊരു നയം വരുമ്പോ ആ നയം അനുസരിച്ചിട്ട് ഇവിടുത്തെ റബ്ബർ കർഷകരൊക്കെ തകരാണ്. അങ്ങനെ റബ്ബർ കർഷകർ തകരുമ്പോ നിയമത്തിനെ എതിർക്കാൻ പറ്റില്ലേ? പക്ഷെ നയത്തിനെ എതിർക്കാൻ പറ്റണം. എങ്ങനെയാണ് നയത്തിനെ എതിർക്കുക? അത് സർക്കാർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം. എന്താണ്? റബ്ബർ കൃഷി വ്യാപകമായി നശിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും. അത് റബ്ബർ കർഷകരുടെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, നാളികേരത്തിന്റെ വില തകർന്നു പോയി കഴിഞ്ഞാൽ കേരളം വീണ്ടും തകരും. നെല്ല് കൃഷി ചെയ്യാനായിട്ട് സാധ്യതയില്ലെങ്കിൽ കേരളം വീണ്ടും തകരും. അപ്പൊ ഇന്നത്തെ കേരള ഗവൺമെന്റ് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ വേരുകൾ എടുക്കുന്നത് ഇതിന്റെ സമ്പത്തിന്റെ ഉറവിടമായിരുന്ന കാർഷിക മേഖല തകർന്നുപോയി. അത് കാർഷിക മേഖലയ്ക്ക് മറ്റു ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വളരാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് നയം മാറ്റേണ്ടത്? അത് നമ്മള് എക്കണോമിക്സ് പഠിച്ച് ആ പോളിസി നടപ്പിലാക്കണം, നയം മാറ്റം വരുത്തണം. ആ നയം എങ്ങനെയാണ്? ഇപ്പൊ യൂറോപ്പില് പാൽ കർഷകരുണ്ട്, സ്വിറ്റ്സർലൻഡില് അമേരിക്കയിലൊക്കെ പാൽ കർഷകരുണ്ട്. അവിടെ അവര് സ്വകാര്യ കമ്പോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് തന്ത്രപൂർവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പാല്, അവർക്കറിയാം പാല് എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പാലിന്റെ വില കുറയും. അപ്പൊ അവിടുത്തെ പാൽ ഉൽപാദകര് തകർന്നു പോകും.
അത് എക്കോണമീനെ ബാധിക്കും. അപ്പൊ രാഷ്ട്രത്തിന്റെ പൊതുനന്മയെ ബാധിക്കുന്ന വിധത്തില് ഈ പാലിന്റെ വില കുറഞ്ഞാല് അവരുടൻ തന്നെ എന്ത് ചെയ്യും? പാൽപ്പൊടി അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ വിലക്ക് കയറ്റുമതി ചെയ്യും. അങ്ങനെ കയറ്റുമതി ചെയ്യുമ്പോൾ അവിടുത്തെ പാലിന്റെ വില പാലുൽപാദകർക്ക് യോജിച്ച വിധത്തിൽ നിലനിർത്താൻ പറ്റും. അപ്പൊ നിയമം നല്ലതാണ്, പക്ഷെ നമ്മുടെ നയം രൂപീകരിക്കുന്ന ആൾക്കാർക്ക് ഇതറിയില്ലേ. അപ്പൊ അമേരിക്കയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും പാൽപ്പൊടി അവർ കയറ്റി അയക്കുന്നത് അവരുടെ കർഷകരെ രക്ഷിക്കാനാണ്. നമ്മളിത് ചുളു വിലക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇറക്കുമതി ചെയ്ത് എന്തുണ്ടാവും? ഇന്ത്യയിലെ പാൽ കർഷകർ തകരും. അതുകൊണ്ട് ഒരിക്കൽ അമൂല് കേസ് കൊടുത്തു, അതായത് ഇങ്ങനെ ഇറക്കുമതി ചെയ്യരുത്. അപ്പൊ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതിനുള്ള ബുദ്ധി ഉണ്ടാവണം. നിയമം അവിടെ നിലനിൽക്കുമ്പോഴും നയരൂപീകരണത്തിലൂടെ ഇവിടുത്തെ റബ്ബർ കർഷകനോ പാലുൽപാദകനോ അവന്റെ കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ വില കിട്ടുകയും അവന് മാന്യമായ ലാഭം കിട്ടുന്ന വിധത്തിൽ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയി നിർത്തത്തക്ക വിധത്തിൽ ഇവിടുത്തെ ഇറക്കുമതി കയറ്റുമതിനെ നിയന്ത്രിക്കാനായിട്ട് ഇവിടുത്തെ സർക്കാരിന് കഴിവുണ്ടാവണം. നമ്മളെക്കാട്ടിലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്യണം. അപ്പൊ ഇങ്ങനെ നയം രൂപീകരിച്ചിട്ടാണ് കൃഷിയെ രക്ഷിക്കേണ്ടത്. ഇനി ചില കാര്യങ്ങളിൽ നിയമം തന്നെ മാറ്റേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞ വന്യമൃഗശല്യം അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നം. 1972 രൂപീകൃതമായ ഒരു പരിസ്ഥിതി വനം നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോണേ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാല് ഒരു ഉറുമ്പിനെ കൊന്നാൽ വരെ കേസെടുക്കാവുന്ന രീതിയിലുള്ള വന നിയമമാണ്. അപ്പോ പന്നികള് വ്യാപകമായിട്ട് കൂട്ടത്തോടെ കൃഷി നശിപ്പിക്കുകയാണെങ്കിലോ, ആ കൃഷി നശിപ്പിക്കുകയാണെങ്കിൽ അതാത് സംസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോട് കൂടിയിട്ട് ഇത്തരം പന്നികളെ കൊല്ലാനുള്ള ലൈസൻസ് ഉണ്ടാക്കാമെന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴും പുതിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഈ കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്, വൈൽഡ് ലൈഫിന്റെ ചീഫായിട്ടുള്ള ആൾക്ക് അങ്ങനെ ഒരു ശല്യമാണെന്ന് തോന്നുന്നില്ലെങ്കിലോ? തോന്നുന്നില്ലെങ്കിൽ ഇവിടെ പന്നികൾ നിർബാധം ഇങ്ങനെ നടക്കും. ഇനി അത് നടപ്പിലാക്കേണ്ട പഞ്ചായത്ത് അധികാരികൾക്കും പോലീസ് അധികാരികൾക്കും അതിനുള്ള ധൈര്യം ഇല്ലെങ്കിലോ? അപ്പോ അത് ഇങ്ങനെ നിർബാധം നടക്കും. അപ്പൊ നല്ല കപ്പാസിറ്റി ഉള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവരുടെ സംസ്ഥാനത്ത് മയിലിനും വെടിവെച്ചു കൊല്ലും, കുരങ്ങിനും വെടിവെച്ചു കൊല്ലും. അപ്പൊ പൊതുനന്മ ലക്ഷ്യമാക്കണം. അതേസമയം തന്നെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അവന്റെ കഴിവുകൾ പരമാവധി വളർത്തണം. അപ്പൊ ചില സമയത്ത് ഭരണഘടനയിലെ ക്ലോസുകൾ തന്നെ മാറ്റേണ്ടി വരും. ചില സമയത്ത് നയങ്ങൾ മാറ്റേണ്ടി വരും. ഈ പരിസ്ഥിതി നയം അതേപടി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ കേരളം മുഴുവൻ കാടാണ്. കേരളത്തിലാകെ 500 കൊല്ലം മുമ്പെടുത്ത 5% റവന്യൂ ഭൂമി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഫോറസ്റ്റ് ആണ്. അപ്പൊ കൃത്യമായിട്ട് അപ്പൊ പരിസ്ഥിതി നിയമത്തില് അതിനെ മനുഷ്യന് ജീവിക്കാവുന്ന വിധത്തില് നയം തന്നെ മാറ്റണമെന്ന്. അപ്പൊ കത്തോലിക്ക കോൺഗ്രസിന്റെ മധ്യകാല നയം എന്ന് പറയുന്നത്, ദീർഘകാല ലക്ഷ്യം എന്ന് പറഞ്ഞാല് ദൈവരാജ്യം സ്ഥാപിക്കലാണ്. അത് ട്രിനിറ്റേറിയൻ കമ്മ്യൂണിറ്റി ലോകം മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്യലാണ്. അത് നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് നീതി ജലം പോലെ ഒഴുകുന്ന ഒരു സ്ഥലം സൃഷ്ടിക്കലാണ്. അതാണ് യേശു പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങളോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ നീതി പുലരുന്ന, നീതി ജലം പോലെ ഒഴുകുന്ന ഒരു രാഷ്ട്ര നിർമ്മിതിയാണ്. അല്ലാണ്ട് മാർപ്പാപ്പ ഭരിക്കുന്നതല്ല ദൈവരാജ്യം. മറ്റു പല മതങ്ങൾക്കും ദൈവരാജ്യം എന്ന് കേൾക്കുമ്പോൾ അവരുടെ അർത്ഥം അവരുടെ മത നേതാവ് ഭരണത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല. ഇവിടെ ഒരു കോൺസെപ്റ്റാണ് നൽകണത്, പരമാവധി നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോ ക്രിസ്ത്യൻ ദൈവരാജ്യം എന്ന് പറഞ്ഞാല് ഒരു കാരണവശാലും അത് മതനേതാക്കളുടെ ഭരണമല്ല, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിന്റെ
സാമൂഹികപരമായ രാഷ്ട്രീയപരമായ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ കണ്ടു. നീതി നടപ്പിലാക്കാനുള്ള നിയമം സൃഷ്ടിച്ചുകൊണ്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ ഐക്യവും അവന്റെ കഴിവ് പരമാവധി വലുതാക്കലും പൊതുനന്മ ലക്ഷ്യമാക്കി ചെയ്യുക എന്ന നിലയിലേക്ക് നീതിയും നിയമവും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ലോങ് ടേം ലക്ഷ്യം. അതിന്റെ മിഡ് ടേം ലക്ഷ്യം എന്ന് പറഞ്ഞാല് അതിനാവശ്യമായിട്ടുള്ള നീതി വ്യവസ്ഥയെ പരിശോധിക്കുക, അതിനെ തിരുത്തപ്പെടുക എന്നതാണ്. ഇനി എന്താണ് ഷോർട്ട് ടേം ടെമ്പററി എയിം? എന്താണ് ടെമ്പററി പൊളിറ്റിക്കൽ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇന്ന് സമുദായവും സമൂഹവും അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ മധ്യകാല ലക്ഷ്യവും ദീർഘകാല ലക്ഷ്യവും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഈ കോണ്ടംപററി സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? ആ പ്രശ്നങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. കർഷകന്റെ പ്രശ്നം, റബ്ബർ കർഷകൻ തകർന്നു പോകും, നെൽ കർഷകൻ തകർന്നു പോകും, നാളികേര കർഷകൻ തകർന്നു പോകും, ചെറുകിട വ്യാപാരികൾ തകർന്നു പോകും, ചെറുകിട വ്യവസായികൾ തകർന്നു പോകും, കോളേജും സ്കൂളുകളുടെയും സ്റ്റാൻഡേർഡ് കുത്തനെ താഴ്ന്നു. അതുപോലെ ചില നിയമനിർമ്മാണത്തിന്റെ പേരിൽ മുനമ്പം ചെറായി പ്രദേശത്തുള്ള അവർ അനുഭവിക്കുന്ന പോലെ ചില ആളുകൾ കഷ്ടത അനുഭവിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നേരിട്ടിടപെട്ടിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ ദീർഘകാല മധ്യകാല ലക്ഷ്യങ്ങളിലേക്ക് ഒരു സമൂഹത്തെ വികസിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഈ 107 വർഷത്തെ ചരിത്രം പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത് നിയമനിർമ്മാണ രംഗത്താണ്. മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രസ്ഥാനം, ഇതിന്റെ ഒക്കെ ലക്ഷ്യം പൗരസമത്വവാദം, ഇതിനൊക്കെയുള്ള തുല്യ ലക്ഷ്യം നിയമത്തിന്റെ മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യമാണ്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഗവൺമെന്റ് ജോലിയിൽ പ്രാതിനിധ്യം കിട്ടണം. അപ്പൊ കത്തോലിക്ക കോൺഗ്രസ് വെറുതെ ഒരു സമുദായത്തിന്റെ ഒരു ആവശ്യത്തിലേക്ക് മാത്രം നിലനിന്ന ഒരു ചരിത്രം കത്തോലിക്ക കോൺഗ്രസിനില്ലേ. ഇപ്പൊ മുനമ്പം ചെറായി പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നം അവസാനിപ്പിക്കലാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ കത്തോലിക്കരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കുചിതമായി. അവരനുഭവിക്കുന്ന പ്രശ്നം പോലെ തന്നെ മറ്റാളുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രാദേശിക സ്വഭാവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് ഞങ്ങൾ പല പ്രാവശ്യം പ്രതിപക്ഷ നേതാവിനെയും MLA-മാരെയും മുഖ്യമന്ത്രിനെയും ഒക്കെ കണ്ടു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. 2, ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ അനീതി ഇല്ലാതാക്കണം. സാമൂഹ്യ പരിഷ്കർത്താക്കളെ ചില വിഭാഗ ആളുകളുടെ മാത്രം കുത്തകയ്ക്ക് മാറ്റി ചാവറച്ചനെ പോലുള്ള ആളുകളെ സാംസ്കാരിക നായന്മാരുടെ പട്ടികയിൽ പഠിപ്പിക്കണം. പിന്നെ റബ്ബർ കർഷകരുടെ വിലയിടിവ് സമൂഹത്തിന് പ്രശ്നമാണ്. കുട്ടനാട്ടിലെ നെൽ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നം സർക്കാർ കാണണം. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് കോണ്ടംപററി സമൂഹത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സംഘടനയിലെ ആളുകളെ ഈ ദീർഘകാല ലക്ഷ്യത്തിലേക്കും മധ്യകാല ലക്ഷ്യത്തിലേക്കും വളർത്തുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ എന്താണ് രാഷ്ട്രീയ പാർട്ടികളോടുള്ള നിലപാട്? കാരണം ഈ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പല സാംസ്കാരിക സംഘടനകളുണ്ട്. ആ സാംസ്കാരിക സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഉള്ള സമീപനം എന്താണ്? ആദ്യമേ തന്നെ പറയട്ടെ, കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമായി നടന്നിട്ടുള്ള ചർച്ചയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭൂരിഭാഗം അംഗങ്ങളും രൂപപ്പെടുത്തി വരുന്ന ഒരു ആശയം ഇതാണ്: കത്തോലിക്കർ കേരളത്തിൽ, കത്തോലിക്ക സമുദായം, പ്രത്യേകിച്ച് സീറോ മലബാർ സമുദായം കേരളത്തിലും ഭാരതത്തിലും പുലർത്തേണ്ടത് ഒരു സമദൂര നിലപാടാണ്. സീറോ മലബാർ സഭയിലെ അംഗങ്ങൾക്ക് ചിലർ കോൺഗ്രസ് പാർട്ടിയിലുണ്ടാവും, ചിലർ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടാവും, ചിലർ BJP-യിലുണ്ടാകും. ആ അംഗങ്ങൾക്ക് അവരുടെ സ്വതന്ത്ര തീരുമാനം അനുസരിച്ച് അവരവര് നിലനിൽക്കുന്ന പാർട്ടിയിൽ നിലനിൽക്കാം. ഇപ്പൊ ഞാൻ സമദൂര സിദ്ധാന്തമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോ
എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പാർട്ടിയോട് ചായ്വുണ്ട്, അതെന്റെ ഇലക്ഷനിൽ ഞാൻ പ്രകടിപ്പിക്കും. അതല്ല ഇവിടെ സംസാരിക്കുന്നത്. സമദൂര സിദ്ധാന്തം കൊണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണം വ്യത്യസ്ത പാർട്ടികളുടെ നിലപാട് പല സമയത്ത് അനുകൂലിക്കേണ്ടി വരും, പല സമയത്ത് പ്രതികൂലിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാല് വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഇഷ്യൂവില് കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗങ്ങള് സപ്പോർട്ട് ചെയ്യുന്നത് BJP-നെ അല്ല, വഖഫ് നിയമ ഭേദഗതിയെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതേസമയം തന്നെ ഇക്കാര്യത്തില് കോൺഗ്രസ് പാർട്ടിയോടും CPM-നോടും കേരളത്തിലെ 140 അംഗങ്ങളോടും അതിലുള്ള എല്ലാ പാർട്ടികളോടും ഞങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് പ്രശ്നാധിഷ്ഠിതമായ സമീപനമാണ് സഭ എന്നുള്ള നിലയിലും ഒരു സംഘടന എന്നുള്ള നിലയിലും രാഷ്ട്രീയ പാർട്ടികളോട് സ്വീകരിക്കുന്നത്. അത് അങ്ങനെ തന്നെ വ്യക്തികൾ സ്വീകരിക്കരുത്. വ്യക്തികൾക്ക് അവരവരുടെ പാർട്ടിയിലും ഇതിലും മുന്നോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ പ്രശ്നത്തിലും ഇങ്ങനെ നിലപാടുകളുണ്ട്. ഇപ്പൊ മണിപ്പൂർ ഇഷ്യൂ ആയാലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ക്രൈസ്തവരെ ചിലപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നിയമത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് കത്തോലിക്ക കോൺഗ്രസിന് പരാതിയുണ്ട്. ആ പരാതിനെ BJP-യോടുള്ള പരാതിയല്ല. ആ പരാതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇന്റേണൽ ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നതിൽ നിങ്ങൾ പരാജയമാണ്, അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതെന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി കേരളത്തെ സംബന്ധിച്ച് വന്യമൃഗ ശല്യത്തിന് ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ വനം മന്ത്രിയും വളരെ നിസ്സംഗതയാണ് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന പാർട്ടികളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അപ്പൊ അത് CPM-നെ എതിർക്കുന്നതാണെന്ന് വ്യാഖ്യാനിക്കരുത്. കോശി കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാം എന്ന് വാക്ക് തരുന്നുള്ളൂ. ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന V. അബ്ദുറഹ്മാൻ കുട്ടി എന്ന് പറയുന്ന മന്ത്രി ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അത് പുറത്തു വിടില്ലേ. അപ്പോ ഇടതുപക്ഷത്തിന്റെ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതില് ആശങ്കയുണ്ട്. അവരുടെ ആത്മാർത്ഥതയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. അതുപോലെ കോൺഗ്രസ് പാർട്ടി വഖഫ് ബില്ലിനെ അമെൻമെന്റിനെ അനുകൂലിക്കുന്നില്ല. കാരണം അപ്പൊ അവിടെ കേരളത്തിലെ പാർട്ടികള് ചില വോട്ട് ബാങ്കിനോട് കാണിക്കുന്ന വർഗീയ പ്രീണനമാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് പ്രശ്നാധിഷ്ഠിതമാണ്. ആ പ്രശ്നാധിഷ്ഠിതമായ നയത്തിനനുസരിച്ചിട്ടാണ് വ്യത്യസ്ത പാർട്ടികളോട് സമീപിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ BJP-നെ വിമർശിക്കും, BJP-നെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കും, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യും, അതിനെ ഒപ്പോസ് ചെയ്യും. അത് ഔദ്യോഗിക കാഴ്ചപ്പാട്. വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും കാരണം വോട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ കൃത്യമായ ബോധ്യമാണ്. അപ്പോൾ ഒരു സമദൂര കാഴ്ചപ്പാടാണ് ഇപ്പോ സഭയില് രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിനെ ഒരു സംഘടന എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. വ്യക്തികൾ അവരവരുടെ പാർട്ടിയിൽ പ്രവർത്തിക്കണം. അടുത്തതായിട്ട് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്, ഈ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിവുള്ളവർ മാറി നിൽക്കുമ്പോൾ അതിലെ ക്രമേണ കഴിവില്ലാത്തവര് കയറി വരും. ഇപ്പൊ കോപ്പർനിക്കസ് എന്ന് പറയുന്ന ആളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം ഹീലിയോസെൻട്രിസം പഠിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ വേറെ തിയറി ഉണ്ട്, ഗ്രഷാംസ് ലോ. ആ ഗ്രഷാംസ് ലോ പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്, ബാഡ് കറൻസി, ബാഡ് മണി ഡ്രൈവ്സ് ഔട്ട് ഗുഡ് മണി ഔട്ട് ഓഫ് സർക്കുലേഷൻ.
ഒന്നുകൂടി പറയാം. ബാഡ് മണി ഡ്രൈസ് ഔട്ട്, ഗുഡ് മണി ഔട്ട് ഓഫ് സർക്കുലേഷൻ. മോശം പണമാണ് നിലനിൽക്കുന്നതെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ കയ്യിൽ നല്ല നോട്ടുണ്ട് മോശം നോട്ടുണ്ടെന്ന് കരുതുക. നല്ല നോട്ട് എടുത്തു വെച്ചിട്ട് മോശം നോട്ടാണ് നമ്മൾ എക്സ്ചേഞ്ചിന് കൊടുക്കുക. അതുപോലെ മോശം പൊളിറ്റീഷ്യൻസ് വരുമ്പോൾ നല്ല പൊളിറ്റീഷ്യൻസ് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്കൗണ്ടറൽസ് മാത്രമായിട്ട് രാഷ്ട്രീയത്തിൽ അവസാനിക്കും, കൈക്കൂലി വാങ്ങുന്നവർ മാത്രം. ഇപ്പൊ നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ, കേരളത്തിലെ പൊതു ആവശ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വമില്ലേ? ഇവിടെ ഇന്നലെ സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രി പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ആരോ നശിപ്പിച്ചു. ഇവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ഇവര് പറയാണ് ആരോ നശിപ്പിച്ചു. മാത്രല്ല ഒരു മാറ്റം വരുത്താൻ നോക്കിയാൽ സമ്മതിക്കില്ല. ഇവര് മാറ്റം വരുത്തി ഇതിനെ നശിപ്പിച്ചിട്ട് ആർക്കാണ് ഉത്തരവാദിത്തം എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിലെ മുഴുവൻ ആൾക്കാരോടും, പ്രത്യേകിച്ച് സീറോ മലബാർ കത്തോലിക്കരോടും ഞങ്ങൾക്കുള്ള ആഹ്വാനം ഇതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ തെരഞ്ഞെടുപ്പായാലും നിങ്ങൾ കഴിവുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയ കടമ നിറവേറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടിയിട്ടായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അത് ദൈവികമായ പ്രവൃത്തിയാണ്. അത് നിങ്ങളെ പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വളർത്തുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനും കോർപ്പറേഷൻ ഇലക്ഷനും ഒക്കെ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നതാണ്, കഴിവുണ്ടായിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നത് തിന്മയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളിലുള്ള ജനങ്ങളും നല്ല ആൾക്കാർ ഇതിലേക്ക് കടന്നു വരണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് അടുത്തു വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള സമൂഹത്തിൻ്റെ പൊതുനന്മ ലക്ഷ്യമാക്കുന്ന ആളുകളെ വിജയിപ്പിക്കണം. വ്യക്തിയുടെ ഐക്യവും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും സ്വന്തം കഴിവുകൾ വളർത്താനുള്ള സാഹചര്യവും പൊതുനന്മ ലക്ഷ്യമാക്കുന്നവരുമായ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി പഞ്ചായത്തിലേക്കും നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും വിജയിപ്പിക്കാനുള്ള പരിശീലനം കൊടുക്കണം. ലേഖനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പൊതുപരിപാടികളിലൂടെയും ജനമുന്നേറ്റങ്ങളിലൂടെയും നിരന്തര സമരങ്ങളിലൂടെയും ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള കടമ അതാണ് കൃത്യം രാഷ്ട്രീയപരമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന് അവതരിപ്പിക്കാനുള്ളത്. ഈ അവതരിപ്പിച്ചത് മാറ്റത്തിന് വിധേയമാണ്. ഇത് ചർച്ചകളിലൂടെ വന്ന ഒരു കാര്യം മുഴുവൻ ജനങ്ങൾക്കും ചിന്തിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും പുതുക്കാനും വേണ്ടി ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ആശയങ്ങളാണ്. ഇത് കേട്ടിരിക്കുകയും ഇതിനെ പ്രതികരിക്കുകയും പോസിറ്റീവായിട്ടുള്ള സജഷൻസ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.